അതെ നിങ്ങൾ നോക്കി അതെ ഭയങ്കര ഇഷ്ടമായി കാരണം നമ്മളൊരു 10-50 അടിപൊളി ക്വാളിറ്റി എന്താ അടച്ചോലെ കള്ളന്റെ കയ്യിൽ തന്നെ ചാവി കൊടുത്ത കോലുണ്ടോ ഇത് കണ്ടെങ്കിലേ ഇതൊക്കെ തരിക്കഞ്ഞി ഉണ്ടാക്കാം 30 ദിവസം ഉണ്ടാക്കാം അജയ് സാധനം. പിന്നെ ഞാൻ കണ്ടിട്ടേ ഞാൻ ആദ്യമായിട്ട് കാണാം അടിപൊളി ക്വാളിറ്റി. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് റംസാൻ 1 റംസാൻ ആരംഭിക്കുകയായി ഇന്ന് അല്ലേ? ഇന്ന് അപ്പോ നമ്മുടെ റംസാൻ 1 പ്രമാണിച്ച് എല്ലാവരും ഇന്ന് അധികം ഒന്നും ആളുകൾ റംസാൻ 1 കൂടുതൽ ലീവ് ആയിരിക്കും എല്ലാവരും. അപ്പൊ എല്ലാവരും ഇന്ന് വീട്ടിലൊക്കെ ഒത്തുകൂടിണ്ടാവും. അപ്പൊ ഞങ്ങളെല്ലാരും എല്ലാരും റംസാൻ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. അതെ, റമദാൻ ആശംസകൾ നേരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഒരു റമദാൻ കിറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കിറ്റ് കാണുമ്പോഴേ ശരിക്കും ഞെട്ടിപ്പോവും അല്ലേ? ഒരാൾ കമന്റ് ചെയ്ത് ചോദിച്ചോണ്ട് ഞങ്ങൾക്ക് കിട്ടുമോ? അതെ, തിരുവനന്തപുരമാണ് വാടക വീട്ടിലാണെന്നൊക്കെ. അപ്പൊ ഇന്ന് ഞങ്ങളെ കിറ്റിന്റെ വീഡിയോ കേട്ടാ. കിറ്റിന്റെ വീഡിയോ ചെയ്യാമെന്ന് ആരും ഞെട്ടണ്ട, കുടിച്ചിട്ട് പൊന്തലും ചേട്ടണ്ട, കാത്തോളിയോ ഈ കാണണമായിരുന്നില്ല. ഇതിന്റെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോ ആരാണ് നമ്മൾ കൊണ്ടുവന്ന്? നമ്മുടെ അയൽവാസിയാണ്. നമുക്ക് എല്ലാം ഇഷ്ടമാണോ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് എല്ലാം നമ്മുടെ സ്വന്തം തന്നെയാണ്, പുറത്തുനിന്നല്ല. നമ്മൾ വേണ്ടപ്പെട്ട ഇവിടെ ഒരുപാട് ആളുകൾക്ക് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കിറ്റ് തന്നപ്പോ ഇതിലുള്ള ഐറ്റംസ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ നിർബന്ധം തോന്നി. കാരണം അത്രയും വെറൈറ്റി സാധനങ്ങൾ അതിന്റെ അകത്തുള്ളത്, വളരെ അതെ ക്വാളിറ്റിയുമാണ്. അതുപോലെ തന്നെ നല്ല റേറ്റ് കൂടി നല്ല അടിപൊളി മുന്തിയായിട്ട് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ. അതെ, റംസാനിപ്പോ ആളുകൾ ഇങ്ങനെ ഇതൊക്കെ വിതരണം ചെയ്യുമ്പോൾ മറ്റുള്ളവർ നിങ്ങൾ കാണിക്കണ നിർബന്ധം. അത്രയും ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടായില്ലേ അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് ഐറ്റംസ്? അതെ, ചെറുതായും വലുതും ഒക്കെ വലിയ സംഭവം. അൽഹംദുലില്ലാഹ് അവര് ഇത് കൊടുക്കുമ്പോ ഒരു ഉദ്ദേശം ഉണ്ടാവും, അത് അവർക്ക് നിറവേറ്റി കൊടുക്കും. ഭയങ്കര സംഭവമാണ്. ഉള്ളവർക്ക് പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് ഇല്ലാത്തവർക്ക് എന്ന് പറയില്ല. നമുക്കും അള്ളാഹു എല്ലാം തന്നെ. എന്നാലും ഇത് വലിയൊരു അനുഗ്രഹമാണ്. വലിയൊരു അനുഗ്രഹം. നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത, നമ്മളെപ്പോഴും വാങ്ങാൻ കഴിയാത്ത ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അതിലുണ്ട്. കാരണം എല്ലാവരും ചില വ്യക്തികളൊക്കെ അങ്ങനെ കൊടുക്കുമ്പോല്ലേ, ഇനിയിപ്പോ പേരിന് അതുപോലെ ഒന്നല്ല, ഇത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കാണിക്കൽ നിർബന്ധമാണ്. അപ്പൊ എന്തൊക്കെയാണ് കിറ്റുള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്കി അല്ലേ? അപ്പൊ നമുക്ക് സ്കിപ്പ് ചെയ്യാതെ കാണാം. അതെ, ആദ്യം കാണുന്നവരൊക്കെ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ അമർത്തികൾ. നിങ്ങൾ ബെല്ലൈക്കൻ അമർത്തിയില്ലെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയില്ല. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ഷെയറും ചെയ്താൽ അല്ലേ? എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ചൂട് അപ്പൊ ഇതാണ് കിറ്റ്. ഇതിന് മുമ്പ് കിറ്റ് ഇവിടെ ഉണ്ട്. അതിന് മുമ്പത്തെ അപ്പൊ രണ്ടാമത്തെ കിറ്റാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. മാഷാഅല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പൊ അതിന്റെ എന്തൊക്കെയാണ് സാധനം ആദ്യം തന്നെ പറയാൻ കഴിയില്ല. അടിപൊളി ഈത്തപ്പഴട്ടാ. അതെ, നിങ്ങൾ നോക്കി ഞാൻ കാണിച്ചുതരാം. അതെ, ഭയങ്കര ഇഷ്ടമായി. കാരണം ഇതുണ്ടെങ്കില് കാരണം നമ്മളൊരു 10-50 അടിപൊളി ക്വാളിറ്റി ഈത്തപ്പഴം. എന്താ തിന്നാനൊക്കെ പേരുണ്ട്. ഞാൻ കൊടുക്കുമ്പോ കഴിയുന്നവർ ഇങ്ങനെ തന്നെ കൊടുക്കണം എന്റെ അഭിപ്രായം. കാരണം ഇതൊക്കെ കഴിക്കാത്ത ആളുകൾ ഒരുപാടുണ്ട്. ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും. എല്ലാവർക്കും ഇത് വാങ്ങി കഴിക്കാൻ കഴിയില്ല. ഇത്രയും ക്വാളിറ്റിയുള്ള സാധനമൊന്നും അവരെ സമ്മതിച്ചേ പറ്റൂല്ലേ. എന്തെങ്കിലും ഒന്ന് ഈത്തപ്പഴം കൊടുക്കുക ഒരു 50 രൂപയുടെ പാക്കറ്റ് കൊടുക്കും. പക്ഷെ ഇതിമത്തെ റേറ്റ് ഒക്കെ വലിയ റേറ്റ് ആണ്. 350 രൂപയൊക്കെ റേറ്റുള്ള ഈത്തപ്പഴമാണ് കൊടുത്തിട്ടുള്ളത്. മാഷാ അല്ലാഹ്. അപ്പോ ഈത്തപ്പഴത്തിന്റെ നമ്മുടെ കമ്പനി സാധനത്തിന് അതുപോലെ തന്നെ ഇതില് ഓരോ സാധനങ്ങളും പറഞ്ഞു കൊടുക്കും. പിന്നെ സേമിയ ഞാൻ പായസം വെച്ച്. ഇന്ന് ആളെ ബർത്ത്ഡേ, അപ്പൊ ആ സേമി എടുത്തിങ്ങനെ ആള് പായസം വെച്ച്. അപ്പൊ ആദ്യത്തെ വർഷത്തിനുണ്ടായിരുന്നില്ല പായസം. ഏതായാലും വേറെ ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ പിന്നെതാ ഡാൽഡ, കടല 2 വീണ്ടും ഒരു കടല, 1 ലിറ്റർ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണക്ക് എന്താ വില? സ്പൈസസ് എല്ലാ സംഭവമുണ്ട്. ബിരിയാണി മസാല. അതെ, ബിരിയാണി മസാല. പിന്നെ ചായപ്പൊടി കണ്ണൻ ദേവൻ അല്ലേ? കണ്ണൻ ദേവൻ തന്നെയാണ്. എവരിഡേ പാൽപ്പൊടി, പിന്നെ റാവപ്പൊടി, പിന്നെ ഒരു പാക്കറ്റ് ഏലക്കായി, പിന്നെ ബിരിയാണി
ബിരിയാണി അരി കൊണ്ടുവന്നിട്ട് നോമ്പ് വരെ വെച്ചില്ലെങ്കിൽ പെരുന്നാൾക്ക് ബിരിയാണി അരി വാങ്ങാതെ കഴിയും എനിക്ക്. വെക്കും അതിന് മുമ്പ് പിന്നെ പഞ്ചസാര. അപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു സംരംഭം എന്ന് പറഞ്ഞ സംഭവം കിട്ടും. ഇതാരും കാണുള്ള പൊന്നു കണ്ട അടിച്ചു മാറ്റും. മോനെ ഇജ്ജ് അടിച്ചു മാറ്റുമോ? അടച്ചോനെ കള്ളന്റെ കയ്യിൽ തന്നെ ചാവി കൊടുത്ത കോലുണ്ടോ? ഇത് കണ്ടെങ്കിലേ ഇതൊക്കെ തരിക്കഞ്ഞി ഉണ്ടാക്കാം, 30 ദിവസം ഉണ്ടാക്കാം. അജയ് സാധനം. പിന്നെ ഈ അരിപ്പൊടി ഞാൻ കണ്ടിട്ടേ ഞാൻ ആദ്യമായിട്ട് കാണാം. അടിപൊളി ക്വാളിറ്റി ഇതൊക്കെ കാണാം. ഇതിന് എത്ര റേറ്റ് ഉണ്ടറിയോ? 420. ഇതൊക്കെ കാണാൻ 400 എങ്ങനെ ഉണ്ടാവും? വലിയ വലിയ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഇങ്ങനെ ഇരിക്കണ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊന്നും വാങ്ങിയിട്ടും കണ്ടിട്ടും പരിചയമില്ല. ഏതായാലും നല്ലൊരു സംഭവം തന്നെയാണ്. അജ്മിന്റെ ആണ് സാധനം. 400 ചില്ലാൻ വരുന്നുണ്ട്. നമ്മൾ 200 റുപ്യന്റെ ഒക്കെയാണ് വാങ്ങല് അല്ലേ? ആ അപ്പൊ ഇത് അതെ പൊൻകാസ് സ്ഥിരമായിട്ട് വാങ്ങല്. അപ്പോ എല്ലാം കൊണ്ടും ഇതില് 10 കിലോ പൊടി, ഇതില് 5 കിലോ, അപ്പൊ 15. അന്നിപ്പോ 5 കിലോ ഇവിടെ വാങ്ങി നോമ്പ് തുടങ്ങിയല്ലേ വെച്ചിട്ട്. അപ്പൊ ടോട്ടൽ 20 കിലോ നോമ്പ് കഴിഞ്ഞാല് സാധനങ്ങൾ അള്ളാന്റെ ഒരു ഇതാട്ടാ. അപ്പോ പിന്നെ വേറെന്താ പറഞ്ഞു? ഇപ്പൊ ഒരു റമദാന്റെ കാര്യം തന്നെയാണ്. റമദാൻ വന്നോണ്ടല്ല ഇപ്പൊ ഇങ്ങനെ കിട്ടിയത്. നമുക്ക് കിട്ടുമോ? അപ്പൊ നമ്മുടെ വീഡിയോ കാണലുണ്ട്. ഈ ഗിഫ്റ്റ് ഇപ്പൊ ഇന്ന് കൊണ്ടുവന്ന വ്യക്തി ഈ വീഡിയോ കാണലുണ്ട്. അപ്പൊ ആ വ്യക്തിയോട് ഞാൻ പറയണേ, ഇവിടെ സേമി അടിച്ചു മാറ്റി ബർത്ത്ഡേ ഒക്കെ ഉണ്ടാക്കിയിരിക്കണേ. അപ്പൊ പിന്നെ വേറെന്താ? അവര് എല്ലാ ആഗ്രഹങ്ങളും ഭക്ഷണം നിറവേറ്റി കൊടുക്കട്ടെ. നിങ്ങൾ എല്ലാവരും അവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ വെച്ചാല് അവരെ വൈഫിന് ഊരവേദനയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെ അസുഖം മാറാൻ എല്ലാവരും നിങ്ങൾ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും ഇത് തന്ന ഇപ്പൊ ഈ ഫാമിലി ആയിക്കോട്ടെ, സ്പർശം ആയിക്കോട്ടെ, ഇതായിക്കോട്ടെ, അവരൊക്കെ എന്ത് ഉദ്ദേശിച്ചാണോ അത് കൊടുത്ത് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ചിന്തിച്ചു നോക്കി. മലപ്പുറം ഒരു പുളി തന്നെയാണ്. കാരണം ഇത്രയും നല്ല തിരുവനന്തപുരത്ത് നിന്ന് ഒരാള് കമന്റ് അയച്ചിരുന്നേ, ഞങ്ങളെ തിരുവനന്തപുരത്ത് കൊടുന്നരോ, ഞങ്ങള് വാടക വീട്ടിലാണ്. ചേട്ടപ്പോ പാവം തോന്നി. ആ ഭാഗത്തൊന്നും ഇല്ലാഞ്ഞിട്ടല്ലേ നമ്മളോട് ഇങ്ങനെ ചോദിക്കണത്. നമ്മുടെ നാട്ടിലെ ഒരു സംഭവം തന്നെയാണ് എല്ലാവരും. ഞാൻ എപ്പോഴും ചിന്തിക്കും, പക്ഷെ നമുക്ക് പൈസ തന്നാലേ അങ്ങനത്തെ ആൾക്കാരെ തെരഞ്ഞെടുത്ത് കൊണ്ടുപോയി കൊടുക്കണം. പക്ഷെ ഒരു പ്രാർത്ഥന ഉണ്ട്, അടുത്ത വർഷം ഇതുപോലെ നമുക്ക് കൊടുക്കാൻ കഴിയട്ടെ. ഇങ്ങനെ വാങ്ങാതെ കൊടുക്കാൻ കഴിയട്ടെ എന്നൊരു പ്രാർത്ഥന ഉണ്ട്. അപ്പോ ഇത് പിന്നെ മഹലിലോ അങ്ങനെ സംഘടന ഒന്നും ഇല്ലാണ്ട് നമ്മളെ അയൽവാസികൾക്ക് കൊടുക്കുന്നതാണ്. നമ്മളെ ചുറ്റിലും കുറച്ച് അയൽവാസികൾക്ക് കൊടുക്കണാണ്. അല്ലാതെ ഞാൻ പറയാൻ കാരണം എന്താണ്, കൊടുക്കാന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൊടുക്കുന്നവരുണ്ട്. പക്ഷെ എല്ലാം ഈ തന്ന വ്യക്തി ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ കൊടുത്തില്ലേ. എല്ലാം നല്ല നല്ല സാധനം ക്വാളിറ്റിയുള്ള. അതുപോലെ ഓരോന്നോരോന്ന് എടുത്ത് പേര് പറയേണ്ട കാര്യമില്ല. അതിലും നല്ല തന്നെയാണ്. കാരണം ആരും നിസ്സാരാക്കില്ല. പക്ഷെ നമ്മളിങ്ങനെ കിട്ടുമ്പോ എന്തൊക്കെയോ സന്തോഷാണ്. നമുക്ക് സന്തോഷമാണ് കാണുമ്പോൾ. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ. ഇവര് കഴിഞ്ഞ വർഷം എല്ലാ വർഷവും കിട്ടുന്നുണ്ട്. നമ്മളിവിടെ കൂടി ഓരോ കൂടി ഇന്നോളം മുതൽച്ച് എല്ലാ വർഷവും കിട്ടുന്നുണ്ട്. പിന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇന്നിപ്പോ നമ്മള് റംസാൻ ഒന്ന് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ എല്ലാരും അതിൻ്റെതായ നോമ്പനേഷ കാര്യങ്ങളൊക്കെയാണ്, തിരക്കുകളിലാണ്. ഇനി വൈകുന്നേരത്തെ കടി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട പരിപാടിയൊക്കെ ആവും അല്ലേ? കടി ഉണ്ടാക്കണ്ട, ഉച്ചക്ക് ചോറുണ്ടാക്കണം. അത് രാത്രിക്കത്തെ ബാക്കി പെണ്ണുങ്ങൾക്ക് നല്ല സുഖ സംഭവം ശരിയാണ്. അതൊന്നും ഉണ്ടാക്കണ്ട. വൈകുന്നേരം ചിലപ്പോ ഒരു 3 മണി 4 മണി ചിലപ്പോ നോക്കി നിങ്ങൾ എവിടെയാണ് കുറച്ച് പൊറാട്ട ഉണ്ടല്ലോ. അതാണ്. അപ്പൊ അങ്ങനെ വിളിക്കണവരുണ്ടാവില്ലേ? അപ്പൊ അങ്ങനെ അപ്പൊ ഏതായാലും നല്ല സുഖമാണ്. എനിക്ക് നല്ല ഞാൻ പറയും എല്ലാ മാസം റമദാൻ മാസമായ നല്ല സുഖം പണിയെടുക്കണ്ട. നമുക്ക് റംസാൻ 30 അനുഷ്ഠിച്ച് എല്ലാവർക്കും അതിനുള്ള ദീർഘായുസും ആഫിയത്തും എല്ലാം നോമ്പ് കൊടുക്കുക. എല്ലാവർക്കും ആരോഗ്യ ആയുസ് ആരും കൊഴിഞ്ഞു പോവാതിരിക്കട്ടെ. എല്ലാരും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കും. നല്ലതായാലും പിന്നെ മോശമായാലും എല്ലാം കമന്റിലൂടെ അറിയിക്കും കേട്ടോ. ഇഷ്ടപ്പെട്ട വീഡിയോ എല്ലാവരും ഷെയറും ചെയ്താണ് കേട്ടോ. അപ്പൊ ഈ വീഡിയോ ഇവിടെ ഇത്രേ ഉള്ളൂ. മക്കളൊന്നും ഇവിടെ മക്കളൊക്കെ കുഞ്ഞിപ്പാന്റെ അടുത്താണ് മോളിറ്റി വിളിക്കാൻ പറഞ്ഞു. വീഡിയോ മോളിറ്റി വിളിക്കാൻ പറഞ്ഞു. പഠിക്കാണ്. അവിടെ പോയി നോക്കി നമ്മളെ കുട്ടിമോനാട്ടാ. അതെ അതെ സംസാരിക്കും. ഇപ്പൊ തുടങ്ങി സംസാരം. അപ്പോ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അല്ലേ? നീ നോമ്പിന്റെ വിശേഷങ്ങളും നമ്മുടെ എല്ലാ
നോമ്പിന്റെ വിശേഷങ്ങളൊക്കെ ഇനി പുതിയ വീഡിയോ ഒക്കെ വരാം. പുതിയ വീഡിയോ ആയിട്ട് നോമ്പിനുള്ള ഫുഡുകള് അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരാണ്ട്. അപ്പോ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.